ശരിക്കും തമിഴ് ബിഗ് ബോസ് സീസൺ 9 കണ്ടസ്റ്റൻസ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ബിഗ് ബോസ് ഇന്ന് എല്ലാവരോടും റൂമിൽ മാത്രം ഇരിക്കുവാൻ പറഞ്ഞു. ആ സമയം എല്ലാ ഹൗസ്മേറ്റ്സും റൂമിൽ ഒതുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കിച്ചണിലെ ഡ്യൂട്ടികളെല്ലാം കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. അതിനായി ആട്ടുകൾ ആണുങ്ങളെല്ലാം എടുത്ത് റൂമിൽ കൊണ്ടുപോയി വെച്ചു. സാൻഡ്ര അരി ആട്ടിക്കൊണ്ട് നിൽക്കുന്നു. മറ്റുള്ള ഹൗസ്മേറ്റ്സ് എല്ലാവരും എന്തൊരു ഓളമാണ്. എല്ലാവരും കൂടിയിരിക്കുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് സോൺ തന്നെയാണ് അവിടെ. അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ്സ് ഇടുന്നതിന് മുന്നേ തന്നെ കിച്ചണിലെ ഒരു പാത്രമെല്ലാം എടുത്തുകൊണ്ടായിരുന്നു ഗാന വിനോദ് എന്ന കണ്ടസ്റ്റന്റ് റൂമിലേക്ക് വന്നതുപോലും. എന്നിട്ട് അവിടെ പാട്ടും ആട്ടവുമായിരുന്നു. അതിനനുസരിച്ച് കൊട്ടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പാല് കാച്ചുന്ന പാത്രമാണ് ഗാന വിനോദ് എടുത്തിരിക്കുന്നത്. എങ്കിലും ഒന്ന് നോക്കിയേ, നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇതുപോലെ ബ്ലൈൻഡ്സ് ഇടുന്ന സമയത്ത് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നല്ലോ. ഓരോരുത്തർ ഓരോ മൂലയിലിരുന്ന് ഓരോ ആക്ഷനുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ കണ്ടില്ലേ, ഇവർ തമ്മിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഈ ഒരു സമയം എല്ലാവരും എന്റർടൈൻമെന്റിന് മാത്രമായി യൂസ് ചെയ്യുന്നു. പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും പല പ്രശ്നങ്ങളുമുണ്ട്. എങ്കിലും റിവെഞ്ചുമായി കൊണ്ടു നടക്കാതെ കണ്ടില്ലേ, എല്ലാവരും ഒരേ വൈബോട് കൂടിയിട്ട് പാട്ടും ആട്ടവുമായി നടക്കുകയാണ്. ശരിക്കും ഒരു നിമിഷം പോലും ബോറടിച്ചില്ല. സാധാരണഗതിയിൽ ബ്ലൈൻഡ്സ് എല്ലാം ഇടുന്ന സമയം നമുക്ക് ബി മലയാളം കാണുമ്പോൾ വളരെ ബോറിംഗ് ആണ്. കാരണം ഓരോരുത്തർ ഓരോ മൂലയിലിരിക്കുന്നു. പ്രത്യേകിച്ച് ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇവരാണെങ്കിൽ ഒരു ഗ്യാപ്പ് കിട്ടാൻ കാത്തു നിൽക്കുകയാണ്, എന്തെങ്കിലും ആക്ടിവിറ്റീസും എന്റർടൈൻമെന്റ്സും നൽകുവാൻ വേണ്ടി. ശരിക്കും ഇതുപോലെയാകണം ബിഗ് ബോസ്. നമ്മളെ ബോറടിപ്പിക്കാതെ ഫുൾ ടൈം നമുക്ക് ഒരു എന്റർടൈൻ തരുന്ന ഒരു പ്രോഗ്രാമായി മാറണം. നമ്മുടെ മലയാളത്തിലാണെങ്കിൽ ബിഗ് ബോസിൽ ബ്ലൈൻഡ്സ് ഇടാൻ കാത്തു നിൽക്കുകയാണ്. ഓരോ മൂലയിൽ ഓരോരുത്തരായി പോയി കിടക്കുവാനും ഇല്ലെങ്കിൽ എന്തെങ്കിലുമെല്ലാം കുറ്റങ്ങളും കുറവുകളും പറയുവാനും അല്ലാതെ വേറെ ഒന്നും അവർക്ക് സംസാരിക്കുവാനില്ല. ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ടസ്റ്റൻസുകൾ നമുക്ക് തന്നിരുന്ന എന്റർടൈൻമെന്റ് വളരെ കുറവായിരുന്നു. എല്ലാവരും നല്ല കഴിവുള്ള കണ്ടസ്റ്റൻസ് തന്നെയായിരുന്നു. പക്ഷേ അവർ അവരുടെ കഴിവുകളൊന്നും അവിടെ പ്രകടിപ്പിക്കാതെയാണ് പോയിരിക്കുന്നത്. എലിമിനേറ്റ് ആയതിനു ശേഷമാണ് പല ആളുകളും ചിന്തിക്കുന്നത് ഒരു ഇൻപുട്ടും അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ലോകമെമ്പാടും കാണുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ കിട്ടിയ അവസരം നമ്മൾ നന്നായി തന്നെ യൂട്ടിലൈസ് ചെയ്യണം. ഞാൻ ഇന്നലെയും ഇന്നുമായിട്ടാണ് ബിഗ് ബോസ് തമിഴ് സീസൺ 9 കാണുവാൻ തുടങ്ങിയത്. കഴിഞ്ഞ സീസൺ മുഴുവൻ ഞാൻ കണ്ടൊരു വ്യക്തിയാണ്. സത്യം പറയാലോ, ഇന്നലെ കുറച്ച് ഒരു ശോകം ദിവസമായിരുന്നു. കാരണം അവിടെയുള്ള ഒരു കണ്ടസ്റ്റന്റിന് കണ്ണിന് പരിക്ക് പറ്റിയത് കൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് എല്ലാം പോയിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് അപ്പാടെ മാറിയിരിക്കുകയാണ്. ഇന്ന് കാലത്ത് തൊട്ടേ എല്ലാവരും നല്ലൊരു വൈബ് പിടിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.